വന്ദന. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം പറയാൻ പോകുന്ന കഥ സക്കായിനെ കുറിച്ചാണ്. സക്കായി ഒരു ചിങ്ങം പിടിക്കുന്ന ആളായിരുന്നു. എരിഹോ പട്ടണത്തിൽ രോമഗണനത്തിന് വേണ്ടി ചിങ്ങം പിടിക്കുവായിരുന്നു. യഹൂദന്മാർക്ക് സക്കായിനെ ഇഷ്ടമല്ല. എന്ത് പറഞ്ഞാൽ സക്കായി യഹൂദന്മാരോട് കൂടി പണം വാങ്ങിക്കും. അങ്ങനെ സക്കായി ഒറ്റപ്പെട്ടു പോയി. സക്കായിക്ക് സങ്കടം വന്നപ്പോ സക്കായി ഒരു ദിവസം ഒരു വാർത്ത കേട്ടു. അതെന്താണെന്ന്, പാവകളെയും ചുങ്കക്കാരനെയും സ്നേഹിക്കുന്ന ഈശോ എരിഹോ പട്ടണത്തിൽ വരാൻ പോവാ. അങ്ങനെ കാണാൻ സക്കായി വിചാരിച്ചു, ഈ ഈശോ ആടാ, എനിക്കൊന്ന് കാണുന്നോളൂ. സക്കായി കാണാൻ പോയപ്പോ ഒന്നും കാണാൻ പറ്റില്ല. സക്കായി പൊക്കം കുറഞ്ഞേക്കാളും ഒന്നും കാണാൻ പറ്റില്ല. സക്കായി എന്ത് ചെയ്തു? ഒരു കാട്ടത്തി കയറി ഒളിച്ചിരുന്ന് താഴോട്ട് നോക്കി. എപ്പോഴേ ഈശോ പറഞ്ഞ ഈശോ മരത്തിന്റെ ചുട്ടി വന്ന് മേളിലോട്ട് നോക്കി, സക്കായെ നീ വേഗം ഇറങ്ങി വാ. സക്കായി പേടിച്ചു ടക്കോ പണിഞ്ഞ് കൂടുതൽ ഇടങ്ങി ഈശോന്റെ കൂടെ നടന്ന് പോയി. സക്കായി പോണ വഴിക്ക് പറഞ്ഞു, ഈശോയെ, എന്റെ സ്വത്തിന്റെ പകുതി നാം പാവങ്ങൾക്ക് കൊടുത്തോളാം. ഇതിന് ഒന്നായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 മടക്കി കൊടുത്തോളാം. ഈശോ വീട്ടിൽ ചെന്ന് പറഞ്ഞു, സക്കായെ ഇന്ന് നീ അബ്രാഹാന്റെ മകനായ കാരണം ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചു. ഇതിൽ നിന്ന്